ഒറ്റശിഖരം സീരിയൽ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയെ പെണ്ണ് കാണാനായിട്ട് വിഷ്ണു അവിടേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറ്റിയിരുത്തുകയാണ് തുളസീധരൻ ചേട്ടൻ വിഷ്ണുവിനെയും ദാസപ്പനെയും. അങ്ങനെ വിഷ്ണുവിനോട് ഓരോ വിശേഷങ്ങളെല്ലാം ചോദിച്ചറിയുന്നുണ്ട് തുളസീധരൻ. ആ സമയം പ്രസന്നയും മീനാക്ഷിയും കൂടി ചായയും കുറച്ച് പലഹാരങ്ങളുമായി അവിടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ചായയെല്ലാം എടുത്ത് മീനാക്ഷി വിഷ്ണുവിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീധനത്തിൻ്റെയും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം തുളസീധരൻ ആ കുഞ്ഞിൻ്റെ കാര്യവും എടുത്ത് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വിഷ്ണു പറയുന്നുണ്ട്, കുഞ്ഞിനെ ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറയുമ്പോൾ തുളസി ചേട്ടൻ പറയുന്നു, അത് വേണ്ട, കുഞ്ഞിനെ ഞങ്ങൾ നോക്കിക്കോളാം എന്നെല്ലാം പറയുന്നു. അത് വേണ്ട, കുഞ്ഞ് അമ്മയുടെ കൂടെയല്ലേ വളരേണ്ടത്, അതുകൊണ്ട് കുഞ്ഞിനെ അമ്മയെ ഞങ്ങൾ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നതോട് മീനാക്ഷിക്ക് വളരെയേറെ സന്തോഷമാവാണ്. പിന്നീടാണെങ്കിൽ ചെറുക്കനും പെണ്ണും കൂടെ അവർക്ക് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവുമല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ നിന്ന് മാറിക്കൊടുക്കുകയൊക്കെ ചെയ്യുന്നു. അങ്ങനെ ദാസപ്പൻ ചോദിക്കുന്നുണ്ട് തുളസീധരനോട്, വിഷ്ണുവിനെ കാണാൻ എങ്ങനെയുണ്ട്? ആളെ കാണാൻ നല്ല യോഗ്യനാണ്. ശ്രീധരത്തിൻ്റെ കാര്യം എങ്ങനെയാ? ഈ കാറെല്ലാം കാണുമ്പോൾ തന്നെ ഒരു പേടിയാവുന്നു എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും കൊണ്ടും ഭയക്കേണ്ട, ശ്രീധനൊന്നും വേണ്ട എന്നാണ് രാജലക്ഷ്മി മാഡം പറഞ്ഞിരിക്കുന്നത്. രാജലക്ഷ്മി മാഡത്തിന് മീനാക്ഷിയെ ബോധിച്ചിട്ടുണ്ടെന്നും എല്ലാം പറയാണ്. ആ സമയം തുളസിച്ചേട്ടൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മോൾക്ക് എന്തെങ്കിലും കൊടുക്കാതൊന്നും പറഞ്ഞേക്കില്ല, അവൾക്ക് അർഹതപ്പെട്ടത് ഞാൻ കൊടുത്തിരിക്കുമെന്നും പറയുന്നു. അതേസമയം മീനാക്ഷിയും വിഷ്ണുവും സംസാരിക്കുന്നുണ്ട്. വിഷ്ണു ചോദിക്കുന്നുണ്ട്, മീനാക്ഷിക്ക് എന്നെ ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കൊരു ഇഷ്ടക്കേടും തോന്നുന്നില്ല എന്നും പറയുന്നു. കൂട്ടത്തിൽ സറോഗസിയുടെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. മീനാക്ഷി പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവർക്കൊന്നും വിശ്വാസമില്ല, ഇതെല്ലാം ഒരു കെട്ടുകഥയാണ്, നുണക്കഥയാണെന്നെല്ലാമാണ് പറയുന്നത്. മീനാക്ഷി പറയുന്ന നാട്ടുപുറത്തുകാർക്കൊക്കെ സറോഗസി എന്ന് പറഞ്ഞാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല, വിദ്യാഭ്യാസം അത്രയ്ക്കല്ലേ ഉള്ളൂ എന്നെല്ലാം പറയുന്നു. എന്തായാലും താൻ പറയുന്ന ആ കഥ എനിക്ക് വിശ്വാസമായെന്ന് വിഷ്ണു പറയുന്നുണ്ട്. പിന്നെ മീനാക്ഷി പറയുന്നത് വിശ്വസിക്കാതിരിക്കാനും പറ്റില്ല, അത്രയും സത്യസന്ധമായിട്ടാണ് മീനാക്ഷി പറയുന്നത്, ആ മുഖത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവുമെന്നും വിഷ്ണു പറയുന്നു. പിന്നീട് വിഷ്ണു പറയുന്നുണ്ട്, കുഞ്ഞിനെ പിരിഞ്ഞ് ഒരിക്കലും ഇരിക്കേണ്ട ഒരു അവസ്ഥ മീനാക്ഷിക്ക് വരില്ല, കുഞ്ഞിനെയും ഞങ്ങൾ ഏറ്റെടുക്കും. എൻ്റെ അമ്മക്ക് കുഞ്ഞുങ്ങളെ വളരെ ഇഷ്ടമാണ്, അമ്മ ഒരുപാട് ഓർഫനേജിലും കാര്യങ്ങൾക്കെല്ലാം സംഭാവന കൊടുക്കാറുള്ളതാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ മീനാക്ഷിക്കൊരു വിഷമാവുന്നുണ്ട്. ഇത് കേൾക്കുന്ന മീനാക്ഷി പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞ് അനാഥയല്ലെന്ന്. അയ്യോ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, സോറി എന്നെല്ലാം പറയുന്നുണ്ട് വിഷ്ണു. അങ്ങനെ വിഷ്ണു പുറത്തേക്ക് വരുന്നു. ആ സമയം തുളസീധരനും ദാസപ്പനും ചോദിക്കുന്നുണ്ട്, മീനാക്ഷി ഇഷ്ടമായോ? ആ ഒറ്റ നോട്ടിൽ തന്നെ ആർക്കാ ഇഷ്ടമാവാത്തത്? ചേട്ടൻ്റെ മോളെ എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ട്, പക്ഷെ മീനു എന്നോട് ഇഷ്ടമൊന്നും അറിയിച്ചിട്ടില്ല. എന്തായാലും മീനാക്ഷി നന്നായിട്ട് ആലോചിച്ചിട്ട് ഇഷ്ടം അറിയിക്കുകയാണെങ്കിൽ ചേട്ടനെ ഞങ്ങൾ അറിയിച്ചാൽ മതിയെന്നും പറയുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അമ്മയോടുമായിട്ട് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവരവിടുന്ന് പിരിയാണ്. പിന്നെ മീനാക്ഷി മഞ്ജിമയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നു, നീ പഠിക്കുകയായിരുന്നോ എന്ന് ചോദിക്കുന്നു. ഇല്ല ചേച്ചി, നന്നായിട്ട് കിടന്നുറങ്ങി, കുറച്ച് തുണിയെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു, അങ്ങനെ ചെറിയ പണികളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. ഇന്ന് പെണ്ണ് കാണാൻ വന്നിട്ടുള്ള വിശേഷം എന്താണെന്ന് ചേച്ചിയോട് ചോദിക്കുന്നുണ്ട്. പഴയതുപോലെ തന്നെ പുതുമയൊന്നുമില്ല. ചായ കൊണ്ടുവന്ന് കൊടുത്തു, കുറച്ചു നേരം സംസാരിച്ചു. വിഷ്ണുവിനോട് എനിക്ക് ഇഷ്ടക്കേടൊന്നും തോന്നിയില്ല എന്നും കൂട്ടത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം പറയാണ്, ഒരു ദുരൂഹത ഉള്ളതുപോലെ എല്ലാം എനിക്ക് ഫീൽ ചെയ്തു എന്ന് മഞ്ജിമയോട് പറയുന്നുണ്ട് മീനാക്ഷി. ഇത് കേൾക്കുന്ന മഞ്ജിമ ചോദിക്കുന്നു, അതെന്താ ചേച്ചി അങ്ങനെ തോന്നിയതെന്ന്. ഇട്ടുമൂടാൻ സ്വത്തുള്ള ഒരാളാണ് വിഷ്ണു, അതുപോലെ നല്ല ബിസിനസ്മാൻ. അങ്ങനെയുള്ളവർക്ക് നല്ല കുടുംബങ്ങളിൽ നിന്ന് നല്ല പെൺകുട്ടികളെ കിട്ടില്ലേ? എന്നെ പോലെ ഒരു സറോഗേറ്റ് ആയിട്ടുള്ള മദറിനെ തിരഞ്ഞെടുക്കാൻ കാരണം എന്താണ്? കല്ലുമോളെ ഏറ്റെടുക്കാൻ അവർ തയ്യാറാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോ ഒരു പന്തികേടെന്ന് എനിക്ക് തോന്നുന്നു. ഒന്നില്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു ഫ്ലാഷ് ബാക്ക് അയാൾക്കും ഉണ്ടാവും എന്നെല്ലാം പറയുമ്പോൾ മഞ്ജിമ പറയുന്നത്, ശരിയാ ചേച്ചി, ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്കും അങ്ങനെ തോന്നിയത്. ശരിയാണല്ലോ, എന്തുകൊണ്ടായിരിക്കും അയാൾ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്? എന്തായാലും അവരെക്കുറിച്ചും അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചും നന്നായിട്ട് തന്നെ ആലോചിക്കാനായിട്ടും അന്വേഷിക്കാനായിട്ടും അച്ഛനോട് പറയണമെന്ന് പറയുന്നുണ്ട് മഞ്ജിമ. പിന്നീട് പ്രസന്നയും തുളസിയും സംസാരിച്ചിരിക്കുകയാണ്. പ്രസന്ന പറയുന്നുണ്ട്, ഈ ബന്ധം നമ്മുടെ മോളുടെ ഒരു ഭാഗ്യമാണല്ലേ, ഒരുപാട് നന്മകൾ ചെയ്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു നല്ല ബന്ധം അവൾക്ക് വന്നതെന്നെല്ലാം പറയുന്നു. ഇത് കേൾക്കുന്ന തുളസി പറയുന്നുണ്ട്, അത് ശരി തന്നെയാ, എനിക്കിപ്പോൾ സമാധാന സന്തോഷമുണ്ട്, നമ്മുടെ മീനുവിന് ഒരു ജീവിതവുമായല്ലോ. എന്തായാലും അവര് നമ്മുടെ മോളെ അല്ലാണ്ട് വേറൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ആ സമയം മീനാക്ഷി അവിടേക്ക് വന്നിട്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ തുളസി ചേട്ടൻ പറയുന്നു, നിനക്ക് ഇഷ്ടമായെന്ന് പറയാനാണോ? അതല്ല അച്ഛാ, ഇത്രയും ധനികരായിട്ടുള്ള ഒരാളുകൾ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ഏറ്റെടുക്കാമെന്ന് പറയുമ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ അച്ഛാ. അവരെന്തുകൊണ്ടായിരിക്കും എന്നെ തന്നെ മതിയെന്നെല്ലാം പറയുന്നത്? ദാസേട്ടനാണെങ്കിൽ എന്നെയും നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നന്നായിട്ട് തന്നെ അറിയാം, അതുകൊണ്ട് തന്നെ അറിയാണ്ട് വന്നതൊന്നും അല്ലല്ലോ. എന്തായാലും മൊത്തത്തിൽ നോക്കിയ ഒരു ദുരൂഹത എനിക്ക് തോന്നുന്നുണ്ടെന്നെല്ലാം പറയുമ്പോൾ പ്രസന്ന പറയുന്നുണ്ട്, മോള് പറഞ്ഞത് ശരിയാണല്ലോ ചേട്ടാ, എന്തായാലും നന്നായിട്ട് തന്നെ ഒന്ന് അന്വേഷിക്കാൻ പറയും, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മതി എന്നെല്ലാം പറയുന്നു. പിന്നീടാണ് കല്ലുമോളെ ചൊല്ലി മീനാക്ഷിയും തുളസീധരനും നല്ല വാക്ക് തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വരാൻ പോകുന്ന എപ്പിസോഡ് വളരെ ത്രില്ലിംഗ് ആയ എപ്പിസോഡുകളാണ്, കാത്തിരുന്ന് കാണാം. വീഡിയോസ് എല്ലാം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.